നമസ്കാരം. വടക്കൻ ഗസയിൽ തങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോകാൻ ശ്രമിച്ച ഫലസ്തീനികൾക്ക് നേരെ ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തുകയും അവർ വെടിവയ്പ് നടത്തിയപ്പോൾ ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തു. ഇസ്രായേൽ വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥകൾ നടപ്പാക്കുന്നത് വൈകിപ്പിക്കുകയാണ് എന്ന് ഹമാസ് ആരോപിച്ചിട്ടുണ്ട്. തെക്കൻ ലബനാനിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ വെടിവയ്പിൽ 3 പേർ കൊല്ലപ്പെട്ടതായും പറയുന്നുണ്ട്. ഹിസ്ബുല്ലയുമായുള്ള വെടിനിർത്തൽ കരാർ പ്രകാരം തന്നെ തെക്കൻ ലബനാനിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കേണ്ട അവസാന ദിവസമാണ് ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയത് എന്നാണ് പറയുന്നത്. വടക്കൻ ഗസയിലേക്ക് തിരിച്ചു വരാനായി ആയിരക്കണക്കിന് ഫലസ്തീനികളാണ് അൽ റാഷിദ് സ്ട്രീറ്റിൽ കാത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി മുതൽ ഞങ്ങൾ ഇവിടെയുണ്ട് എന്നും തകർന്നടിഞ്ഞ വീടുകളുടെ അവശിഷ്ടങ്ങളിൽ ജീവിക്കേണ്ടി വന്നാലും മടങ്ങിപ്പോകാൻ തയ്യാറല്ല എന്നും പറഞ്ഞു. ഞങ്ങളാണ് ഈ ഭൂമിയുടെ യഥാർത്ഥ അവകാശികളെന്നും അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ ഉറച്ചു നിൽക്കുമെന്നും റാഷിദ് സ്ട്രീറ്റിൽ കാത്തിരിക്കുന്ന ഒരു ഫലസ്തീൻ യുവാവ് അൽ ജസീറയോട് കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. വടക്കൻ ഗസയിലേക്ക് മടങ്ങി വരാനായി ഫലസ്തീനുകൾ തന്നെ ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട്. ഇസ്രായേൽ അധിനിവേശ സൈന്യം തങ്ങളുടെ വീടുകൾ കവർന്നെടുത്ത് തങ്ങളെ പുറന്തള്ളിയതിന്റെ ഓർമ്മയ്ക്ക് 7 പതിറ്റാണ്ടുകളായി തന്നെ തങ്ങളുടെ വീടിന്റെ താക്കോലുകൾ പൂർവികർ സൂക്ഷിക്കുന്നുണ്ട് എന്ന് പറയുന്നു. പ്രവാസികളായ ഓരോ ഫലസ്തീനിയോടും നിങ്ങൾ ചോദിച്ചു നോക്കേണ്ടത് ഇതേ കാര്യമാണെന്നും അവർ ആവർത്തിച്ചു പറയുന്നുണ്ട്. തങ്ങൾക്ക് ഒരേ ഒരു ലക്ഷ്യം മാത്രമാണുള്ളത്, ജന്മനാട് തിരിച്ചു പിടിക്കണമെന്ന ലക്ഷ്യം മാത്രം. അവരുടെ ലക്ഷ്യം ഇസ്രായേൽ അധിനിവേശ സേന ഗാസ മുനമ്പിനെ മുഴുവൻ കരിഞ്ഞുണങ്ങിയ ഭൂമിയാക്കി മാറ്റുകയായിരുന്നു. തങ്ങൾക്ക് തങ്ങളുടെ തന്നെ വീടും സ്വത്തുക്കളും നഷ്ടപ്പെട്ടു. എന്നിട്ടും തങ്ങളുടെ മാതൃഭൂമി ഉപേക്ഷിക്കാൻ തങ്ങൾ ഒരിക്കലും കഴിയാതെ വന്നു. അത് ഞങ്ങളുടേതാണ്. ഫലസ്തീൻ യുവാവ് പറഞ്ഞ വാക്കുകളാണിവ. വെടിനിർത്തൽ കരാർ ആദ്യഘട്ടത്തിൽ ഭാഗമായുള്ള 2ാം ബന്ദിമോചനവും കഴിഞ്ഞിരുന്നു. 4 വനിതാ ബന്ദികളെ ഹമാസ് കൈമാറിയിരുന്നു. അവസാനം അവരെയാണ് ഹമാസ് കൈമാറിയിരുന്നത്. അതിനുശേഷം ഇസ്രായേൽ പുറത്തുവിട്ട ചില വീഡിയോകളിൽ തന്നെ ഹമാസിൽ നിന്നും പിടിച്ചെടുത്തവരുടെ കഠിന രോദനം തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. കരീന അരീഫ്, ഡാനില ഗിൽബോ, നാമ ലെവി, ലിറി അൽബാഗ് എന്നീ വനിതാ ബന്ദികളെയാണ് ഹമാസ് അന്താരാഷ്ട്ര റെഡ് ക്രോസ് ഹമാസ് കൈമാറുക. തുടർന്ന് റെഡ് ക്രോസ് സംഘം ഇവരെ ഇസ്രായേൽ സൈന്യത്തിന് വിട്ടുകൊടുക്കും. 180 ഫലസ്തീൻ തടവുകാരെ ഇസ്രായേലും വിട്ടയക്കും. അടുത്ത ആഴ്ചയാകും തുടർന്നുള്ള ബന്ദി കൈമാറ്റവും തടവുകാരെ വിട്ടയക്കലും. 42 ദിവസം നീളുന്ന ആദ്യഘട്ടം 33 ബന്ദികളെ ഹമാസ് കൈമാറുമെന്നാണ് വ്യവസ്ഥയിൽ പറയുന്നത്. എല്ലാ ബന്ദികളെയും തിരിച്ചെത്തിക്കാനും സർക്കാരിന് സമ്മർദ്ദം ചെലുത്താനും പ്രക്ഷോഭ പരിപാടികൾ തുടരാനും ബന്ദികളുടെ ബന്ധുക്കൾ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. വെടിനിർത്തലിന്റെ 2ഉം 3ഉം ഘട്ടങ്ങൾ നടപ്പാക്കാനുള്ള തീരുമാനത്തിൽ പിറകോട്ട് പോകരുത് എന്ന് തന്നെയാണ് അവർ നെതന്യാഹു സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. അതേസമയം വെസ്റ്റ് ബാങ്കിലെ ജെനിൻ നഗരത്തിൽ ആക്രമണം കൂടുതൽ രൂക്ഷമാക്കി ഇസ്രായേൽ ഇപ്പോൾ എത്തുകയാണ്. ജെനിൽ വാഹനത്തിനു നേരെ വ്യോമാക്രമണം നടത്തിയാണ് 2 ഫലസ്തീൻകാരെ കൊലപ്പെടുത്തിയത്. ഇതോടെ 5 ദിവസത്തിനിടെ കൊല്ലപ്പെടുന്ന ഫലസ്തീനുകളുടെ തന്നെ എണ്ണം 16ആയി മാറി. ഗസയിലേക്ക് കുടിവെള്ളവും മറ്റ് സാമഗ്രികളും കൂടുതലായി എത്തിക്കാൻ അടിയന്തര നടപടി വേണമെന്ന് UN ഏജൻസികൾ ആവശ്യപ്പെട്ടു. ശൈത്യം കാരണം ഗസയിൽ പിന്നിട്ട ഒരാഴ്ചയ്ക്കിടെ 7 കുട്ടികൾ മരണപ്പെട്ടതായും UN ഏജൻസികൾ വെളിപ്പെടുത്തി. യമനിലെ ഹൂതികളെ വിദേശ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച US ഇസ്രായേൽ ഗസയിൽ തുടരുന്ന വംശഹത്യ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നേരത്തെ ചെങ്കടലിലൂടെ കടന്നുപോകുന്ന ഇസ്രായേൽ അനുകൂല കപ്പലുകൾ ഹൂതികൾ പിടിച്ചെടുക്കുകയും ആക്രമിക്കുകയും ചെയ്തിരുന്നു.